ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല രുചിയായിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഇതുണ്ടാക്കുന്നത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ശർക്കര വെച്ചിട്ടും തേങ്ങ വെച്ചിട്ടൊക്കെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ഇടിച്ചിട്ടിട്ടാണ്, ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത് പൊടിയായിട്ടിരുന്നിട്ടുള്ളത് 1 കപ്പ്. പിന്നെ ഞാൻ 1 കപ്പ് ശർക്കരയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി ശർക്കര പാനിയായിട്ട് വെള്ളം പോലെ എടുക്കേണ്ട കാര്യമില്ല. ഇച്ചിരി കട്ടിയായിട്ടാണ് നമുക്ക് ഈ ശർക്കര പാനി എടുക്കേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. ഇപ്പം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. ശർക്കര എല്ലാം അലിഞ്ഞ് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശർക്കരയാണ്, നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡിയാണ്. അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് കപ്പിലാണോ ശർക്കരയും അതുപോലെ ശർക്കരയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ചേർക്കുന്നത് തേങ്ങ ചെരുകിയതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ചേർക്കുന്നത് ഒരു ഏലക്കയുടെ കുരു. അതൊന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഒക്കെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചെറിയ തള വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഞാൻ ഇതിനകത്തോട്ട് 1 നുള്ളു ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 കപ്പ്, ഏത് കപ്പിലാണോ നമ്മൾ അളന്നിട്ടുണ്ടായിരുന്നത് അതേ കപ്പിൽ 1 കപ്പ് വരുന്ന അരിപ്പൊടി. ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. പക്ഷെ വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട് ഞാനിത് ചെയ്യാറുണ്ട്. പിന്നെ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് ഒരു കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആവശ്യത്തിന് മാത്രം ഇട്ടതാ ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി ഇത് നല്ലൊരു ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വരും. നമ്മളൊരു ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ അങ്ങ് ഇരിക്കും, ഒരു അട പോലെയൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതൊരു ഇഷ്ടമുള്ള ഒരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കയ്യിൽ അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിനകത്തോട്ട് ഇത് മാറ്റിയെടുക്കാം. അപ്പം ഇത് ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിൽ കാണിക്കാം. ഒന്ന്, ഞാനൊരു സാധാരണ നമ്മൾ ഉണ്ടൊക്കെ ആക്കി എടുക്കില്ലേ, അപ്പോൾ ആ ഒരു ഉണ്ട പോലത്തെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അത് ഒന്ന്. വേറൊന്ന് നമ്മളിങ്ങനെ പീച്ചിട്ട് നമ്മുടെ കൈവിരൽ വെച്ചിട്ട് പീച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അങ്ങനെയും ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആ കൈയിൽ നമ്മൾ പീച്ചെടുക്കുന്നത് പോലെയാണ് എനിക്കറിയില്ല പീച്ചി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളത്. അപ്പം ഞാനത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെയാണ് ഇരിക്കുക. നമ്മുടെ വിരലുകളൊക്കെ ഇങ്ങനെ പാടുപോലെയൊക്കെ വരും. അപ്പം നിങ്ങളുടെ നാട്ടിൽ അതിനെങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ, എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ പീച്ചപ്പം എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ അതെല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതേപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഞാൻ പക്ഷേ ഈ ഒരു ഷേപ്പിലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് എനിക്ക് ഇത്രയും ആയിട്ടുള്ള പീച്ചപ്പം ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ വെറുതെ ജങ്ക് ഫുഡും അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നേരം ഇതുപോലത്തെ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ് താനും, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും താനും. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞോണം ഇങ്ങനത്തെ പഴയ ഫുഡിനോടൊക്കെ ഇഷ്ടം കാണത്തില്ല. അപ്പോൾ അതിനോട് ഇഷ്ടം വരുത്താനുള്ള ഒരു വഴിയും കൂടിയാണിത്, കൊടുത്തൊന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാനപ്പോൾ ഒരു പാത്രത്തിൽ ആവിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് ആവി വരാൻ തുടങ്ങട്ടെ. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ സ്റ്റീമറിനകത്ത് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ആവി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മുടെ ഈ ഒരു അപ്പം വെച്ച് കൊടുക്കാം, അല്ലാണ്ട് വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്കിത് ഇഡ്ഡലി തട്ടിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ ഒരു ഓരോ തട്ടിൽ നമുക്കിങ്ങനെ 1 2 വെച്ചിട്ടും ഇത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് മൂടി വെച്ചിട്ട് 8 മിനിറ്റിനും 9 മിനിറ്റും അത്രയാണ് മാക്സിമം വേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിവിടെ 8 മിനിറ്റാണ് ഇതൊന്ന് മൂടി വെച്ച് ആവി വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും മതിയാവും. 8 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് തൊടുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് തോന്നുക. അരിപ്പൊടിയുടെ ആ ഒരു ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഒരു 8 മിനിറ്റും കൂടെ അങ്ങ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതെടുത്ത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 മിനിറ്റൊക്കെ കഴിഞ്ഞു. നല്ല ഹാർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഹാർഡല്ല കേട്ടോ. ഞാനത് കാണിക്കാം വഴിയേ. അതിൻ്റെ സോഫ്റ്റ്നെസ്സും എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പം അങ്ങ് ഞെങ്ങി പോകുന്നില്ല. ആ ഒരു ഹാർഡ് എന്തായാലും ഉണ്ട്. പക്ഷെ നല്ല സോഫ്റ്റും കൂടെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനത് കാണിക്കാം. അതിന് മുന്നേ ഞാനിതൊന്ന് പ്ലേറ്റിലോട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പുറമേയൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഒട്ടും ഹാർഡൊന്നും അല്ല. ഒരു അട കഴിക്കുന്ന അതേപോലെ തന്നെ. ഉള്ളൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.